പരീക്ഷകളെ അതിജീവിക്കാത്ത കേവല വിശ്വാസം, കരയാനും മോങ്ങാനും മാത്രം അറിയാവുന്ന കേവല വിശ്വാസം. രണ്ടാമത്തത്, എന്തെല്ലാം വിഷയം ഉണ്ടായാലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പരീക്ഷകളെ അതിജീവിച്ച അതിജീവിത വിശ്വാസം. ഈ അതിജീവിത വിശ്വാസമാണ് വിശ്വാസ വരമെന്ന് പറയുന്നത്. വിശ്വാസ വരം, പ്രാർത്ഥനാ വരം എന്നൊക്കെ പറയത്തില്ലേ. പ്രാർത്ഥന ഒക്കെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനാ വരമില്ല. അവരൊരു കാഷ്വലായിട്ട് ഓരോ വിഷയത്തിന് പ്രാർത്ഥിച്ചു പോകണം, വരമില്ല. വരം വേണമെന്നുണ്ടെങ്കിൽ അതിജീവിതം വേണം അതിൻ്റെ അകത്ത്. ഇപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ പ്രാർത്ഥനാ വരമുണ്ട്. നിങ്ങൾക്കും ഉണ്ട് വരം, എനിക്കും ഉണ്ട് വരം, പ്രാർത്ഥനാ വരം. എന്താണ് പ്രാർത്ഥനാ വരം എന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു വിഷയത്തെ പ്രാർത്ഥിക്കണമല്ല. അത് ഗെത്സെമനിയിൽ ഈശോ ചെയ്തത് എന്താണ്? Take the word of God, Luka 22:23. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. അവൻ തീവ്രവേദനയിൽ മുഴുകി. പറഞ്ഞേ, അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അപ്പൊ തീവ്രവേദനയിൽ മുഴുകുമ്പോ പത്രോസ് അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. കണ്ടില്ലേ? അവിടെയാണ് വിഷയം വരുന്നത്. തീവ്രവേദനയും മുഴുകുന്നു, ഈശോയും തീവ്രവേദനയും മുഴുകുന്നു, പത്രോസ് ശിഷ്യന്മാരും തീവ്രവേദനയും മുഴുകുന്നു. തീവ്രവേദന മുഴുകിയ ശിഷ്യന്മാരെന്താ പറ്റിയത്? ഉറങ്ങി അവിടെ പോയി. തീവ്രവേദന മുഴുകി ഈശോക്ക് എന്നാ പറ്റിയത്? അത് പറഞ്ഞ 22:44 എന്താ പറയണത്? അവൻ തീവ്രവേദനയിൽ മുഴുകി. പറഞ്ഞേ, അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അപ്പൊ തീവ്രവേദനയിൽ മുഴുകുമ്പോൾ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. ഇതിനാണ് പ്രാർത്ഥന വരവെന്ന് പറയുന്നത്. മനസ്സിലായി? ഇതിനാ പ്രാർത്ഥന. വിശ്വാസ വരമുണ്ട്. വിശ്വാസ വരം എന്ന് പറയുമ്പോൾ അഗ്നിശോധനയെ അതിജീവിച്ച നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം. അപ്പം പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസമാണ് എന്ത്? വിശ്വാസ വരം. പരീക്ഷകളെ അതിജീവിച്ച പ്രാർത്ഥനയാണ് എന്ത്? പ്രാർത്ഥന വരം. അപ്പോൾ ഈ പ്രാർത്ഥനാ വരത്തിലേക്ക് നമ്മളെ പതുക്കെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് പകരമാണ് ദൈവം മിണ്ടാണ്ടിരിക്കും, ദൈവം ആക്ഷേപിക്കും, പല കലാപരിപാടിയുണ്ട് എൻ്റെ അകത്ത്. മനസ്സിലായ? ആ കാര്യം സംഭവിക്കുന്നത് എന്താണ്? അവളുടെ പ്രാർത്ഥനയ്ക്ക് ആദ്യം മിണ്ടാതിരുന്ന്, രണ്ടാമത്തെ എന്താണ്? അപ്പോസ്തലന്മാർ മധ്യസ്ഥം കൊണ്ടുവന്ന് അത് ഈശോ എടുത്ത് ചവറ്റുകൊട്ടെ കളഞ്ഞ്. മധ്യസ്ഥ പ്രാർത്ഥന മണ്ണാങ്കട്ട പോളാന്നും പറഞ്ഞ് ഓടിച്ചിട്ടവനാ ഇല്ലേ? അത് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ നേരിട്ട് വന്ന് കർത്താവ് സഹായിക്കണം. അപ്പോൾ അവളുടെ മുഖത്തൊക്കെ പറഞ്ഞ് മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്ക് കൊടുക്കുക, വിഹിതമില്ല പട്ടിയെന്നും വിളിച്ച്. 3-ാം സെക്ഷനിൽ അവൾ പട്ടിയെന്ന് ബ്രാൻഡഡായിരിക്കുകയാണ്. പ്രാർത്ഥന പുരോഗമിക്കും തോറും അപമാനത്തിൽ ബ്രാൻഡഡായിരിക്കുകയാണ്. ആ ബ്രാൻഡിങ് കിട്ടിക്കഴിഞ്ഞാൽ, അപമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് അവൾ ആഘോഷിക്കുന്നുണ്ട്. എന്താണ്? വിശ്വാസം. കർത്താവേ, അത് ശരിയാണ്. എന്താണ് അത് ശരിയാണെന്ന് പറയണത്? അതായത് ഞാൻ പട്ടിയാണ്, പക്ഷേ ഒരു കാര്യം ഈശോ മനസ്സിലാക്കണം. എന്താണ്? പട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപമാനിക്കപ്പെട്ടാലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മനസ്സിലായില്ലേ? ഈ അപമാനിക്കപ്പെട്ടാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അത് വിശ്വസിക്കുമ്പോഴാണ് ഓ വുമൺ യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ് എന്ന് പറയണത്. എന്താണ്? നിൻ്റെ വിശ്വാസം വലുതാണ്. ഈ വലിയ വിശ്വാസമുണ്ട്, ചെറിയ വിശ്വാസമുണ്ട്. ഈ അതിജീവിച്ച വിശ്വാസത്തെയാണ് വലിയ വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് വിശ്വാസ വരം. അതുപോലെ തന്നെ ചെറിയ പ്രാർത്ഥനയുണ്ട്, വലിയ പ്രാർത്ഥനയുണ്ട്. അപമാനങ്ങളെ അതിജീവിച്ച പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ വരമെന്ന് പറയണത്. ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇതുപോലെയുള്ള വളർച്ച ഉണ്ടാകും.
അതിന് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും ദൈവം. നമ്മളറിയണം. നിങ്ങളെല്ലാം ഇങ്ങനൊരു അടുപ്പിൽ പറ്റിയിരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചിരിക്കണത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവുന്നല്ലേ? ആദ്യത്തെ സെഷനിലെല്ലാം ഓക്കെ ആകും, ഒരു സംശയമില്ല. ആൾക്കാർ ഇടിപെട്ട് സാക്ഷ്യവും പറയും. പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് എന്നും കൊന്നും സാക്ഷ്യവും പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് വിചാരിക്കരുത്. കാര്യം കർത്താവ് അതിനേക്കാൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും, വിശ്വാസവരത്തിലേക്കും പ്രാർത്ഥനാവരത്തിലേക്കും. അപ്പം നിങ്ങളെ വളർത്തുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു അറ്റവും അറുതിയും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഇപ്പം 5:48 വായിച്ചേ, മത്തായിയുടെ സുവിശേഷം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 5:48 അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. വല്ലതും നടക്കും. ഇതാണ് മനസ്സിലിരിപ്പ്. പിന്നെ എങ്ങനെയാണ് പട്ടി പോണാന്നൊക്കെ വിളിക്കാതിരിക്കുന്നത്? ആളിനൊന്നും മുതലാകത്തില്ല. ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും മുതലാകാത്തൊരു മുതലാളിയാണെന്ന്. കൃപയുടെ വലിയ ഭണ്ഡാരമാണ്. കാര്യം ക്രിസ്തുവിന് സംഭവിച്ചിരിക്കുന്നത് നമ്മളെ സാധാരണ കണ്ടെത്തുന്ന ഒരു പോപ്പുലർ ദൈവമല്ല. അതായത് സത്യദൈവം നല്ല ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളും ചെയ്യാനാണ് പറയണത്. നിങ്ങൾക്കാര്യം ഇതിൻ്റെ സത്യസന്ധത വേണ്ടേ, ആത്മാർത്ഥത വേണ്ടേ? നിങ്ങൾ 24:14 വായിച്ച്, 14 ജോഷുവയുടെ പുസ്തകം 24:14. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. ജോഷുവ 24:14. ജോഷുവ 24:14. ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. ഉടമ്പടി എടുത്തില്ലെന്നല്ല പ്രശ്നം. ഉടമ്പടി ഞാൻ എടുത്തതാണ്, പുതുക്കിയതല്ലെന്നല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? നീ ഉടമ്പടി 4 പുതുക്കിയാലും 5 പുതുക്കിയാലും ആത്മാർത്ഥതയുണ്ടോ എന്നാ പ്രശ്നം. ദൈവത്തിൻ്റെ അടുത്ത് കളിക്കാൻ വരുമ്പോൾ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ തല പോയത് തന്നെയാണ്, അഭ്യാസം നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉടമ്പടിയുടെ ബേസിക് എന്താണ്? പെർസ്വറിങ് ഫെയ്ത്താണ്, അതിജീവിത വിശ്വാസമാണ്. ദാറ്റ് ഈസ് ഫിഡലിറ്റി. അതാണ് വിശ്വസ്തത എന്ന് പറയണത്. എന്നെല്ലാം ഇവിടെ ദൈവം വചനത്തെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കളെ, ദൈവവുമായിട്ട് ഇടപാടുകൾ പെട്ടെന്ന് ഇത് ക്രാക്കാവും. പക്ഷേ എന്ത് സംഭവം? ഈ വിഷയം ഇങ്ങനെ കൈകാര്യം ചെയ്യണം. എന്താണ്? നിങ്ങളെപ്പോഴും ഇത് ആത്മാർത്ഥമാണോ, സത്യസന്ധമാണോ, വിശ്വസ്തതയാണോ എന്ന് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ റീകാൾട്ട് ചെയ്ത് നോക്കണം. ഒന്ന് ഉടമ്പടിയേ, നിങ്ങളുടെ അടുത്തിങ്ങനെ ഉടമ്പടിയില്ലേ, അത് സത്യസന്ധമാണോ, ആത്മാർത്ഥമാണോ? ഈ സത്യസന്ധമല്ല, ആത്മാർത്ഥമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുതുക്കി കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു, ഒരു സിൽവർ ഗ്രേ ചേട്ടത്തിനെ കണ്ട കാര്യം അച്ഛൻ പറഞ്ഞു. എനിക്കും ചിരി വന്നായിരുന്നു. ചേച്ചി അത് വെച്ച് ബാർഗെയിൻ ചെയ്യാൻ, ഞാൻ സിൽവർ ഗ്രേ ആണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിൽവർ ഗ്രേയിലേക്ക് 5ാമത്തെ പുതുക്കാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞതാണ്, എന്താ പറഞ്ഞത്? ഇവർക്ക് സിൽവർ ഗ്രേയുടെ ഒരു മുഖഭാവമൊന്നും ഇല്ലെന്ന്. സാധാരണ ഒന്ന് പുതുക്കിയ പോലെ ഇരിക്കണമെന്ന്, ഒന്ന് പുതുക്കിയതുപോലെ. സാറേ, സിൽവർ ഗ്രേയിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു ദൈവകൃപ തേജസ് ചിന്തി എല്ലാത്തിനെയും അതിജീവിച്ച് പ്രാർത്ഥനാപരം കിട്ടി, വിശ്വാസപരം കിട്ടി, അതിജീവിതമായിട്ടല്ലേ വരണത്. ശരിക്കും അതിജീവിതം എന്ന് പറയുന്നത് അഭിഷിക്തയാണ്. ശരിക്കും പറഞ്ഞാൽ ആന്തരിക അഭിഷേകം ബാധിച്ച സ്ത്രീയാണ്. പിന്നെ അവർക്ക് ആവശ്യം പോലും ഉണ്ടാകത്തില്ല. അന്നാളുകളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ചോദ്യമൊക്കെ നിർത്തുമെന്ന്. അപ്പം സിൽവർ ഗ്രേയിൽ വരുമ്പോൾ 16:23 വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 16:23 യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 16:23 അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അങ്ങനെ പരിപാടിയുണ്ട്, കേട്ടല്ലേ എന്ന് പറഞ്ഞ്, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കത്തില്ല. 5 പുതുക്കി സിൽവർ ഗ്രേ വന്നു കഴിഞ്ഞാൽ അഭിഷേകം കിട്ടും. പിന്നെ എന്താ കാര്യം? ഈ എന്ത് വിഷയത്തിനും കർത്താവിൻ്റെ കയ്യിൽ തീരുമാനം ഉണ്ടാകും. എനിക്ക് അതിൻ്റെ അകത്ത് ഉത്കണ്ഠ ഉണ്ടാകത്തില്ല. ഇപ്പം 5 പുതുക്കി കഴിഞ്ഞപ്പോൾ ഇവർക്ക് പണ്ട് ഒരു ആവശ്യം ഉണ്ടാവില്ല, ഇപ്പം 50 ആവശ്യം കൊണ്ടാണ് ഞാൻ കിടത്ത് വന്നിരിക്കണേ. തരി വെച്ച് അഭിഷേകം കിട്ടിയിട്ടില്ല.
അത് എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചത്? അവർ ഉടമ്പടി ജീവിച്ചിട്ടില്ല. ഈ ദിവസങ്ങളിൽ അടിപൊളി ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ജാൻസി ജോണി, എറണാകുളത്ത് കരുതിയാന്ന്. ജാൻസി ജോണിയുടെ നിങ്ങൾ യൂട്യൂബ് കിടപ്പുണ്ട് ആ സാക്ഷ്യം. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഇവർ വന്നപ്പോൾ നോട്ട് ചെയ്ത് തന്നതാണ് എനിക്ക്. ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി സൂപ്പർ സാക്ഷ്യമാണ്. ജാൻസി ജോണി എന്താ അവിടെ വിഷയം? അവരുടമ്പടി ഇപ്പോൾ പുതുക്കി ഒന്ന് സാക്ഷ്യം പറഞ്ഞതാണ് നേരത്തെ. അപ്പോൾ ദൈവം സഞ്ചരിക്കുന്ന ആത്മാവിലൂടെ ദൈവസഞ്ചാരത്തിൻ്റെ വഴികളുള്ള ആളാണ്. അതുകൊണ്ട് നേരത്തെ ഒന്ന് സാക്ഷ്യം പറഞ്ഞു, ഇപ്പോൾ വേറെ ഒരു സാക്ഷ്യം പറയാൻ വന്നിരിക്കുക. അവരുടെ ഉടമ്പടി എങ്ങനെയാണെന്ന് അവർ ഫയറാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാൻസി ജോണി ഭയങ്കര കാരുണ്യപ്രവൃത്തിക്കാരത്തിയാണ്. കാരുണ്യപ്രവൃത്തി അല്ല, നിങ്ങളെ കുറേ പേരെ പോലെ പ്രത്യക്ഷ പ്രാർത്ഥന മാത്രം ചൊല്ലി വീട്ടിയിരിക്കുകയല്ല. ഞാൻ കോരി കണ്ട പോലെ പ്രത്യക്ഷ പ്രാർത്ഥന വരെ ചെല്ലണമെങ്കിൽ അല്ല പട്ടിയും കടിക്കേണ്ടി വരും, പോരെ. അങ്ങനെയുള്ള അയ്യോഭാവിയല്ല ശരിക്കും പറഞ്ഞാൽ. അവർ ഉടമ്പടി എടുത്തിരിക്കുന്നത് അതിലൂടെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുകയാണ്. രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുക. അവർ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണവും പാകം ചെയ്ത് രോഗികളെ ആശുപത്രിയിൽ പോയി കാണുമ്പോൾ അവർ പറയണത്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കറിയും ഉണ്ടാക്കി വളരെ പൊതിഞ്ഞ് ഞാൻ കൊണ്ട് രോഗികൾക്ക് കൊടുക്കുകയല്ല ചെയ്യണത്. ഞാൻ അതിൻ്റെ അകത്ത് ഉടമ്പടി തൈല ഒഴിക്കും, എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പത്രം ഞാൻ ഭക്ഷണം ആസ്വദിക്കും. എന്നിട്ട് ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ, ഇത് കഴിക്കുന്ന വ്യക്തിക്ക് നിത്യജീവൻ കിട്ടണം. പ്രൈസ് ദി ലോർഡ്. ആൾക്കാർ ഉടമ്പടി ആഘോഷിക്കണ്ടല്ലേ. അല്ലാതെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കാരുണ്യ പ്രവൃത്തി, എന്താ ചോറ് കുഴപ്പമില്ല, പിള്ളേർക്ക് ചോറ് കിട്ടുമ്പോൾ ഒരു ചോറ് ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് പൈസ പിള്ളേർക്കായാലും നമ്മൾ ചോറ് കെട്ടണില്ല, അല്ലാത്തൊരു പൊതി കെട്ടണം, അതല്ലേ പ്രശ്നമുള്ളൂ എന്നാണെന്ന് പറഞ്ഞിട്ടും പോവും. അതല്ല സംഭവം. ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം അതല്ല. ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത് ഞാൻ രോഗിയായിരുന്നു, അതാണ് പ്രശ്നം. അല്ല ചുറ്റും നടന്ന ആൾക്കാർക്ക് ചോറും പൊതിയും കൊടുത്തിട്ട് പഴയ സാരിയും വിതരണം ചെയ്തിട്ട് ഞാൻ എന്തോ ആനക്കാരം ചെയ്തെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കണ്ണി പൊടിയിടുന്ന അഭ്യാസമല്ലത്. ഇവിടുത്തെ ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്തിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്? ഞാൻ രോഗിയായിരുന്നു, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പോൾ ജാൻസി ജോണി പറഞ്ഞത് എന്താണെന്നറിയാവോ? ഞാൻ ഈ രോഗിയെ പോയി കാണുന്നുണ്ട്. ആരായിട്ടാണ് ഞാൻ കാണുന്നത്? കർത്താവായിട്ടാണ് കാണുന്നത്. അല്ല ധർമ്മക്കാരനാണ്, അതുപോലെ തന്നെ രോഗിയാണ്, അല്ലെങ്കിൽ ആകാശപ്പറവയെന്ന് പറഞ്ഞല്ല കാണുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പേരിട്ടിരിക്കണത് ആകാശപ്പറവയെന്നാണല്ലോ പേരിട്ടിരിക്കണത്. അത് എന്തൊരു ഇടിവെട്ട് പേരാണെന്ന് ദൈവത്തിന് അറിയാം. ആകാശപ്പറവെന്ന് പറഞ്ഞ സംഭവമില്ല. കർത്താവ് പറഞ്ഞത് ഞാൻ ആകാശപ്പറവയെന്നല്ല പറഞ്ഞത്. ആകാശത്തിന് താഴെ കൂടുമില്ല, താഴെ മരവുമില്ല, മുകളിൽ ആകാശമില്ല, പറന്നടക്കണ നിരാലംബരായ മനുഷ്യർ, അങ്ങനൊരു സംഭവം ഇല്ല. കർത്താവ് പറഞ്ഞത് ഉടമ്പടി നമ്മൾ അഭിസംബോധന ചെയ്യണത് ആകാശപ്പറവകളല്ല. മനുഷ്യനെ പിന്നെ ചുമ്മാ അവൻ ജീവിക്കാൻ നിവർത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആകാശപ്പറവെന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കർത്താവ് എന്താ പറഞ്ഞിരിക്കണത്? ഞാൻ രോഗിയായിരുന്നു, അതാണ് സംഭവം. കണ്ടില്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 25:36. അതാണ് സംഭവം. മത്തായി 25:35 വായിച്ചോളൂ. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ നഗ്നനായിരുന്നു. അപ്പം നമുക്ക് വസ്ത്രമില്ലാത്ത ഒരാളെ കണ്ടാൽ, വസ്ത്രം കുറഞ്ഞ ആളെ കണ്ടാൽ അവരാരായിട്ട് കാണണം? ഈശോയായിട്ട് കാണണം. അതാണ് സംഭവം. പിന്നെന്താണ്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ ആശുപത്രി നമ്മൾ പോണത് ആരെ കാണാനാണ്? ഈശോനെ കാണാനാണ് പോണത്. ഈശോയെ കാണാൻ ആരാണ്? ആശുപത്രി നമ്മൾ എന്തിനാണ് പോണത്? ഈശോനെ കാണാനാണ് പോണത്. ആ വ്യക്തിയിൽ ഈശോനെ കാണണം. ഇപ്പം ജാൻസി ജോയി അങ്ങനെ ഒരു ബ്രാൻഡഡാണ് ആള്. ഇപ്പം ഞാൻ എല്ലാവരിലും ഈശോയെ കാണും. എന്നിട്ട് ഞാൻ അങ്ങനെ ഈശോനെ ശുശ്രൂഷിക്കുന്ന പോലെയാണ് ഞാൻ അവിടുത്തിരുന്ന് ഭക്ഷണം തീരണവരെ കാത്തിരിക്കണത്. അപ്പം അവരെ പ്രാർത്ഥിച്ച് സ്നേഹത്തോടെ അവർ ചെയ്യണ കാരുണ്യ പ്രവൃത്തി ഒരു ഫങ്ഷനല്ല, ഒരു മിഷനാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഇവിടെ കുറച്ച് നാളും മുമ്പ് ഇവിടെ ഒരു കാരുണ്യ പ്രവർത്തിക്കാരിറങ്ങിയായിരുന്നു. ഇവിടെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഇവൻ്റെ ആംബുലൻസിൻ്റെ ഡ്രൈവർ
അയാളും കുറേ ചേടത്തിമാരും കൂടി ഇവിടുന്ന് നിങ്ങൾ കൊണ്ടുവന്ന ഉടുപ്പെല്ലാം കൂടി തുമ്പോളിലെ ഓമനപ്പുഴ എവിടെയോ കൊണ്ടുപോയി കൊടുത്ത് ചുമ്മാ ഉടുപ്പ് കാണിച്ചതേ ഉള്ളൂ. ഇവരുടെ ഉടുപ്പ് വരെ ആൾക്കാരെ പറിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പ്ലാസ്റ്ററൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ് ആൾക്കാർ കൈകാര്യം ചെയ്തിട്ട്. ഇതാണ് അവസ്ഥ. ഇത് കാരുണ്യ പ്രവൃത്തിയാണ് അല്ല. ഇപ്പം നമ്മൾ എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാമോ? നമ്മൾ അതിനൊരു ബിൽഡിങ് ചെയ്തിരിക്കണം ഇവിടെ. എന്നിട്ട് നിങ്ങൾ തന്നെ വന്നിട്ട് കർത്താവിനെ കണ്ടെത്തണം സമൂഹത്തിൽ നിന്ന്. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് നിങ്ങളുടെ ഉടമ്പടി പേപ്പറിൻ്റെ സ്റ്റാറ്റസ് കാണിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ഉടുപ്പുകൾ നിങ്ങൾ തന്നെ, ഇപ്പോൾ കുറേ ആൾക്കാർ കുറേ ആയിരക്കണക്കിന് ഉടുപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ആ സ്റ്റാറ്റസ് കാണിച്ച് ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം അല്ല, വരെ വന്നവർക്ക് പണം കൊടുക്കത്തില്ല. ഇത് പ്രേക്ഷിത പ്രവർത്തനമാണിത്. അപ്പോൾ പ്രേക്ഷിത ചൈതന്യമുള്ള ആൾക്കാർ വന്ന് പറയണം ഞങ്ങൾക്ക് നല്ല ഉടുപ്പ് തരണം. ഒരു 3-4 ഉടുപ്പ് തന്നാൽ ഞങ്ങളെ വേണ്ടി പ്രാർത്ഥിച്ച് കൊണ്ടുപോയി ആശുപത്രി കൊടുത്തോളാം. മനസ്സിലായില്ലേ? നിങ്ങളുടെ കൊടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്, വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി. പക്ഷെ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ ഉള്ളത്? ഞാൻ നഗ്നനായിരുന്നു. മനസ്സിലായ? അതാണ് വിഷയം. ഞാൻ ജാൻസി ജോയി അങ്ങനെ ചെയ്യണത്. ഞാൻ അന്ന് ഈശോനെ കാണും. ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെയും ആ വ്യക്തിയുടെ ആത്മാവിനെ കാണും, ശരീരത്തല്ല കാണുന്നത്. വിശന്ന വയറിനേക്കാൾ ഉപരി വിശന്ന ആത്മാവിനെ കണ്ടിട്ട് അവൾ ഉടമ്പടി തൈലം ഒഴിച്ചിട്ട് ഒരു കുരിച്ചിടും. എന്നിട്ട് പ്രാർത്ഥിക്കും. വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും, കർത്താവേ ഈ ഭക്ഷണം കഴിക്കുന്ന ആൾ അങ്ങേ കണ്ടെത്തി ജീവിക്കാൻ ഇടയാക്കണമേ. കണ്ട പ്രേക്ഷിത പ്രവർത്തനം. ഇതാണ് ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത്. അപ്പം ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ ഒരു ദിവസം അവർ ചെന്നപ്പോൾ ഒരു രോഗി ഇരിക്കണം. അയാൾക്കാണെങ്കിൽ ഈ അന്നനാളം മുതൽ വയറ് വരെ ഇങ്ങനെ വ്രണം വെച്ച് ഈച്ചയും പിടിച്ചിരിക്കുക. അന്നനാളം വരെ പ്രാകൃതമായ അവസ്ഥയിലിരിക്കുക വഴിവെക്കൽ. ഇപ്പോൾ ഒക്കെ സങ്കടമായി. ഇപ്പോൾ ഇവർക്ക് തോന്നി തൽക്കാലം കുറച്ച് ഭക്ഷണം കൊടുത്തിട്ട് പോന്നിട്ട് പിറ്റേ ദിവസം അവർ വിചാരിച്ചത് എന്താണെന്നറിയാവോ? എന്താണ് വിചാരിച്ചത്? ഈ അന്നനാളം പോലെ കുറേ പഴക്കം ചെന്ന വ്രണമാണ്, മണമുണ്ടേ, പുഴുക്കളുണ്ടെന്ന് തോന്നണേ, ഈച്ച പിടിച്ചിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞു കേൾക്കണത്, കർത്താവേ നാളെ ചെല്ലുമ്പോൾ ആ രോഗി അവിടെ ഉണ്ടാകണേ. എന്തിനാണ്? ഇവർ ബെറ്റാഡിനെടുത്ത് കുറച്ച് ഫസ്റ്റ് എയ്ഡൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ബെറ്റാഡിനെടുത്ത് കഴിഞ്ഞപ്പോൾ അവർ ഡേറ്റ് നോക്കിയപ്പോൾ ബെറ്റാഡിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവർ പറയണതേ ഈശോയ്ക്ക് ഉപയോഗിക്കണമല്ലേ, അപ്പം അത് ഡേറ്റ് കഴിഞ്ഞത് ഉപയോഗിക്കുന്നത് കള്ളത്തരമല്ലേ. അപ്പം ഞാനവിടെ വെച്ചിട്ട് എനിക്ക് സങ്കടത്തോടെ ഞാൻ ചെന്ന് മറ്റു മരുന്നെടുത്തുകൊണ്ട്, അപ്പം ഞാൻ ചെന്ന് അങ്ങേരെ കണ്ടപ്പോഴേ അങ്ങേരുടെ ആ കഴുത്ത് മുതൽ ഇവിടം വരെ സാധാരണ ശരീരം പോലെ പുറത്തിരിക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് സംഭവം. ഈശോ അവരുടെ മനസ്സാക്ഷി കണ്ട് കർത്താവ് അവരെ ആ മനുഷ്യനെ സുഖപ്പെടുത്തി. അയാൾ ഓടി വന്നിട്ടും പറഞ്ഞ് എനിക്ക് 2 പൊതി തരണം, ഒരാൾക്ക് കൂടി കൊടുക്കാനുണ്ടെന്ന്. മക്കളെ, ഇതാണ് ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത്. നിങ്ങൾ ഈശോനെ കാണണം അതിൻ്റെ അകത്ത്. അല്ലാതെ ഇതൊരു ഫങ്ഷൻ പോലെ കണ്ടാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ഇതിൻ്റെ അകത്ത് ഞാനൊരു കാര്യം നിങ്ങൾ പറയട്ടെ. ഇപ്പോൾ ഈ കാനങ്കാരി അവസാനം എങ്ങനെ അവസാനം, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്, നിൻ്റെ വലിയ വിശ്വാസമാണെന്ന് പറഞ്ഞ് കർത്താവ് അവളുടെ വിശ്വാസത്തെ അംഗീകരിച്ച് പറഞ്ഞ് അവൾ അനുഗ്രഹിക്കുകയും ചെയ്ത്. അപ്പം നമുക്ക് ആസ്തിയായി. പക്ഷേ ഇതിന് വേറെ ഇതുപോലെ തന്നെ യഹൂദനല്ലാത്ത ഒരാളെ കാണുന്നുണ്ട് കർത്താവ്. അതൊരു യഹൂദ പ്രമാണി വന്നിട്ട് ശതാധിപനോട് പറയും, ശതാധിപനെക്കുറിച്ച് പറയും, ഈ ശതാധിപൻ എന്ന് പറയുന്ന ആളിൻ്റെ ഭൃത്യൻ രോഗബാധിതനായി വീട്ടിൽ കിടക്കുകയാണ്. എന്നിട്ട് 2 കാര്യം പറയും. എന്താ പറയണത് ശതാധിപനെക്കുറിച്ച്? ഒന്ന് വായിച്ചോളൂ. 5:7-5 യൂക്കാൻ്റെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 7:5. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അതാ സംഭവം. ആ ശതാധിപനെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്കണത് ഇങ്ങനെയാണ്. എന്താണ്? ഈ യഹൂദ പ്രമാണി വന്ന് ഈശോനൊക്കെ പറയണ 2 കാര്യങ്ങളാണ്. എന്താണ്? ലൂക്ക 7:5 എന്താ പറയണത്? 1, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, മനുഷ്യപ്പറ്റുള്ള ആളാണെന്ന്. 2ാമത്തെ എന്താ? നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും നമുക്കൊരു പ്രാർത്ഥനാലയം പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. കണ്ട, അയാൾക്ക് ആസ്തിയുണ്ട്.
അയാൾ സീറോ ബാലൻസിലുള്ള ആളല്ല. നമുക്ക് ആസ്തി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ജാൻസി ജോണിക്ക് ആസ്തിയുണ്ട്. കർത്താവിന് വേണ്ടി ജോലി ചെയ്ത് വരുമ്പോൾ നല്ല ആസ്തി ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ആസ്തി പറഞ്ഞത്. ഇപ്പം നിങ്ങളെ റെക്കമെൻഡ് ചെയ്യണമെങ്കിലേ, ഇപ്പം മാതാവിൻ്റെ മധ്യസ്ഥതയിലല്ലേ നിങ്ങൾ ഇത് ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പം നിങ്ങളെ കാണുമ്പോൾ മാതാവിനെ റെക്കമെൻഡ് ചെയ്യണം. ഇവൾ നല്ല സ്ത്രീയാണ്, ഇവൾ നല്ല സ്ത്രീയാണ്, സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, പാവത്തങ്ങളെ കാണുമ്പോൾ കാരുണ്യം കാണിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ആസ്തി ഭദ്രതയുള്ളവരായിരിക്കണം. മനസ്സിലായ? വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നിങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? നിങ്ങൾ നല്ല മനുഷ്യരാണെങ്കിൽ ഉടമ്പടിയോടുകൂടി നിങ്ങളുടെ മൂല്യം വർദ്ധിച്ചിരിക്കും. നിങ്ങൾ ഈ ഉടമ്പടി എടുത്തിട്ട് മകളെ കെട്ടിക്കുക, അല്ലെങ്കിൽ മകന് PR കിട്ടുക, വസ്തു വിൽക്കുക മാത്രമുള്ള കലാപരിപാടിയാണെങ്കിൽ ദൈവത്തെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം എന്താ? ഒരു കാര്യമില്ല. വൈ ഷുഡ് ഐ ഹെൽപ്പ് യു? അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടിയിൽ വലിയ വലിയ മാറ്റങ്ങൾ, കാര്യം ഉടമ്പടിയേക്കാൾ വലിയ കാര്യം ദൈവത്തിന് ചെയ്യാനില്ല. അപ്പോൾ ആ ഉടമ്പടി കറക്റ്റായിട്ടാണ്, സത്യസന്ധമായിട്ടാണ്, അഭിഷേകത്തോടെയാണ്, ആത്മാർത്ഥതയോടെയാണ്, വിശ്വസ്തയോടെയാണ്. നമ്മുടെ ജോഷുവ 24:14 അനുസരിച്ച് സത്യസന്ധതയുണ്ട്, വിശ്വസ്തതയുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഒത്തിരി കാറിപ്പോയി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല. സത്യസന്ധയും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം സത്യമായതുകൊണ്ട് അതിനോട് ആൻസറബിളാണ് എന്നോട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒത്തിരി കാരക്കോവി ഇമോഷൻസ് ഒന്നും കാണിക്കാതെ മര്യാദയ്ക്ക് ശാന്തമായിട്ട് ദൈവത്തിൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യണം, വിശ്വസ്തയോട് ചെയ്യണം, ആത്മാർത്ഥതയോട് ചെയ്യണം. അങ്ങനെ ചെയ്തു വരുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നീ വിശ്വാസം ജീവിക്കുന്ന പ്രാർത്ഥനാ വരമുള്ള ഒരാളാണെന്ന്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വിശ്വാസം ജീവിക്കുന്ന പ്രാർത്ഥനാ വരമുള്ള ഒരു വ്യക്തിയായി എന്നെ വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. യേശുവേ പ്രാർത്ഥനാ വരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മക്കളുടെ കരുണത്തോടെ നന്ദി. ഇവിടെ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും അന്യദേശങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരും കർത്താവേ, ഇപ്പോഴേ ദേവാലയത്തിൽ കർത്താവേ നിൻ്റെ ജീവനോടെ നീ ജ്വലിച്ചു നിൽക്കുന്ന ദൈവികമായ അഭിഷേകത്തിൻ്റെ ഈ വലിയ നിമിഷങ്ങളിൽ കർത്താവേ, നിൻ്റെ കരുതരണങ്ങളാണ് ഇപ്പോഴതിൻ്റെ അത്ഭുതകരങ്ങളെ മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. രോഗികൾ, പീഡിതർ, കർത്താവ് ആന്തരിക അവയവങ്ങളിലെ രോഗമുള്ളവർ, കർത്താവ് ചർമ്മങ്ങളിൽ അലർജി ഉള്ളവർ, മുടി കൊഴിഞ്ഞു പോകുന്നവർ, കർത്താവ് കീമോ എടുത്തുകൊണ്ടിരിക്കുന്നവർ, കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, വിസർപ്പ രോഗികൾ, കർത്താവ് വിശിഷ്ടമുള്ളവർ, കർത്താവ് മക്കളെ ഇല്ലാത്തവർ, കർത്താവ് ഗർഭാശയത്തിലും അന്നനാളത്തിലും എല്ലാം കർത്താവ് ശിഷ്ടമുള്ളവർ, കർത്താവ് ബ്ലീഡിംഗ് ഉള്ളവർ, കർത്താവ് മൂത്രാശയത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദന ഉള്ളവർ, പലതരത്തിലുള്ള കർത്താവ്
ആന്തരിക അവയവങ്ങളെ സ്രാവങ്ങളുള്ളവരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയുടെ കർത്താവെ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവ് സഭയിലുള്ളതിൻ്റെ സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുന്ന അടിപ്പെടുന്ന പോലെ വൈദാഖലം പോലെ ദൈവികമായ ശക്തി കർത്താവ് ഉച്ച മുതൽ ഉള്ളംകാല് വരെ മക്കളുടെ മേൽ കർത്താവ് ആവശ്യിക്കുന്ന കർത്താവ് എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും എല്ലാ ഞാടി ദന്തുക്കളിലും ഞാടി ഞരമ്പുകളിലും കർത്താവ് ഹൃദയ ധമനികൾ ഹൃദയ ഭിത്തികൾ ഹൃദയ കോശങ്ങൾ കർത്താവ് ഹൃദയത്തിൻ്റെ അസ്വസ്ഥ കരളിൻ്റെ അസ്വസ്ഥങ്ങൾ കിഡ്നിയുടെ അസ്വസ്ഥങ്ങൾ കർത്താവ് എല്ലാവിധ ആന്തരിക അവയവങ്ങൾ കർത്താവ് ഘരണീയ രോഗങ്ങൾ PCOD രോഗങ്ങൾ വിസർപ്പ രോഗങ്ങൾ കർത്താവ് പാരസസ് രോഗങ്ങൾ കർത്താവ് എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ ബ്രെയിൻ ട്യൂമറുള്ളവർ ട്യൂമറിൻ്റെ അസുഖങ്ങൾ മറ്റിടങ്ങളിൽ ശാരീരികമായ ഇടങ്ങളിലുള്ളവരുടെ സിസ്റ്റം ഉള്ളവർ കർത്താവ് എപ്പിലെസ്പി രോഗികളെ കർത്താവ് കർത്താവ് പലതരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന മക്കൾ കർത്താവ് അങ്ങയുടെ തിരുസന്നിധി ഉച്ച മുതൽ കർത്താവ് ഉള്ളംകാല് വരെ കർത്താവ് എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് മരുന്നോ ലേപനമല്ല കർത്താവ് പക്ഷാപുറത്തോടെ മരുന്നോ ലേപനമല്ല കർത്താവ് പരം കർത്താവ് മരുന്നോ ലേപനമല്ല കർത്താവ് അങ്ങയുടെ വചനമാണ് മക്കളെ സുഖപ്പെടുന്ന ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ ജീവിതത്തിലെ തടസ്സങ്ങൾ ജോലിയില്ലാത്ത അവസ്ഥകൾ വിസ ഒത്തുവരാത്ത അവസ്ഥകൾ കർത്താവ് പരീക്ഷയ്ക്ക് കർത്താവ് പഠന റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ കർത്താവ് ഇൻ്റർവ്യൂ ടെസ്റ്റിന് വേണ്ടി കർത്താവ് അഭിമുഖീകരിക്കുന്ന കർത്താവ് ജോലിക്ക് വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ കർത്താവ് വിദേശത്ത് പോയിട്ട് കർത്താവ് ജോലി കിട്ടാതെ അറിയുന്നവർ കർത്താവ് പലതരത്തിലുള്ള കേസുകൾ അകപ്പെട്ടിരിക്കുന്ന കർത്താവ് എല്ലാ തരത്തിൽ കർത്താവ് മക്കളില്ലാത്തവർ കർത്താവ് ഉള്ള മക്കൾ കർത്താവ് ചാപിള്ളയായി പല പ്രാവശ്യം ഗർഭവർഷമായി പോയിട്ടുള്ള മക്കൾ നടുവേദനക്കാർ കർത്താവ് ശ്വാസകോശ സ്പൊണ്ടിലോസിന് അസുഖമുള്ളൊരു കർത്താവ് എല്ലാം കർത്താവ് വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതൽ കർത്താവ് ഉള്ളംകാല് വരെ മാരക രോഗങ്ങൾ തീരാവേദികൾ സർവ്വ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ തീരാവേദികൾ ജീവിത ദുരിതങ്ങൾ അടിപ്പിടർ പോലെ വൈദാഖാലം പോലെ ദൈവിക ശക്തി വെക്കട്ടെ ദൈവീക ശക്തിയുടെ അടിപ്പിടർ പോലെ വൈദാഖാലം പോലെ ദൈവികമായ ശക്തി വെക്കട്ടെ ഈശോ എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വിവാഹം ഒത്തുവരാത്തവര് വിവാഹത്തിലെ മാനസികമായിട്ട് പൊരുത്തക്കുറവുണ്ടായിട്ട് അകന്നു പോകാൻ പോകുന്നവർ വിവാഹത്തിൻ്റെ കേസിലകപ്പെട്ടിരിക്കുന്നവർ സാമ്പത്തിക തകർച്ച മൂലം കുടുംബത്തിൻ്റെ സമാധാനം അനുഭവിക്കാതെ കുടുംബമായിട്ടിങ്ങനെ കഴിഞ്ഞു കൂടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുടുംബജീവിതത്തിൻ്റെ യാതൊരു ചൈതന്യവും ഇല്ലാത്ത രീതിയിൽ പലതരത്തിലെ നിരാലംബരായി പോയിരിക്കുന്ന മക്കളുടെ ദുർനടപ്പുകൾ, തെറ്റായ ബന്ധങ്ങൾ, അവരുടെ പഠനങ്ങൾക്കുണ്ടാകുന്ന തകർച്ചകൾ, അന്യദേശങ്ങളിൽ പോയിട്ട് ഇപ്പോഴും പണം അങ്ങോട്ട് അയച്ചു കൊടുത്ത് കുടുംബം കടമായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, കർത്താവ് ഭവനരഹിതരെ ഒരു മാർഗവും കൺമുമ്പിൽ തെളിഞ്ഞു വരാത്തവർ, കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വേദനപ്പെട്ട് ജീവിക്കുന്നവരെ പരിശുദ്ധ അമ്മ ദേവമാതാവിന് കൃപാസന അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കർത്താവെ വന്ന് സാക്ഷ്യം പറയുന്നതിന് വേണ്ടി കർത്താവെ ഓരോ മകനെയും മകളെയും ഇവിടെ ഉള്ളവരെയും അകലങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെയും കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരത്താൽ അടിപ്പിട പോലെ കർത്താവെ ആശീർവദിക്കുക പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ഉച്ച മുതൽ ഉള്ളംകാല് വരെ ദൈവികമായ ശക്തി ഒഴുകുകയും എല്ലാ വിവിധ പ്രാരാബ്ധങ്ങളിൽ നിന്നും എല്ലാ മനസ്സിൻ്റെ തറവാദങ്ങൾ, അതുപോലെ തന്നെ മനസ്സിൻ്റെ തറവാദങ്ങൾ കർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത കുഴഞ്ഞുപോയ മനസ്സ്, തകർന്നുപോയ മനസ്സ്, ശരീരവും തളർന്നിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ ആരും സഹായിക്കാൻ എല്ലാവരും ആശ്വാസവാക്ക് പോലും പറയാൻ പറ്റാത്തവർ, ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോയവരെല്ലാം ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ.
ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന